നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ കരുവാറ്റയിൽ വയോധികനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഈ കേസിലെ പ്രതികൾ പോലീസിനോട് പറഞ്ഞ മൊഴികളെല്ലാം പച്ചക്കള്ളമായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം. പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും എന്ത് മൊഴി പോലീസ് നൽകണമെന്ന കാര്യത്തിൽ പോലും കൃത്യമായ ആസൂത്രണം നടന്നു. അതായത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന രീതിയിലുള്ള കൊലപാതകം. പക്ഷേ പ്രതികൾക്കെതിരെ കുരുക്ക് മുറുക്കുകയാണ് പോലീസ്. അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു. കൗമാരക്കാരായ പ്രതികൾ, അതായത് 3 ആൺകുട്ടികളെയും, കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ആൺകുട്ടികളെയും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഈ വരുന്ന ശനിയാഴ്ച കോടതി പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ, അതായത് ഈ കേസിലെ മുഖ്യ ആസൂത്രകയായിട്ടുള്ള 13-കാരിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കാനും നീക്കമുണ്ട്. നേരത്തെ ഈ പെൺകുട്ടി നൽകിയ മൊഴി, ഈ വയോധികൻ, ഈ കൊല്ലപ്പെട്ട വ്യക്തി തന്നോട് മോശമായി പെരുമാറി എന്ന രീതിയിലുള്ള മൊഴികൾ നൽകിയിരുന്നു. ഇക്കാര്യങ്ങളടക്കം വ്യക്തത വരുത്തുക, അതായത് ഈ പ്രതികളുടെ മൊഴികളിലെ ആ നുണകൾ ഓരോന്നും പൊളിക്കുക എന്ന നീക്കത്തോടു കൂടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനങ്ങൾ, നടപടികൾ. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ കരുവാറ്റയിലെ കൗമാരക്കാർ പ്രതികളായിട്ടുള്ള കൊലപാതക കേസിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നു പോലീസ്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ തുടർ നീക്കങ്ങൾ? ടോമെ, വളരെ ആസൂത്രിതമായ കൊലപാതകം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുക. കാരണം പോലീസും അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തെ ആകെ അമ്പരപ്പിച്ച, ഞെട്ടിച്ച ഒരു കേസാണ് കരുവാറ്റയിലെ 13 വയസ്സ് പ്രായം മാത്രമുള്ള പെൺകുട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കൊലപാതകം. അതിൽ തന്നെ തുടക്കം മുതൽ തന്നെ കുട്ടികൾക്ക് അതിനകത്ത് ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ് അവരുടെ ഓരോ മൊഴികളെയും പോലീസ് കണക്കിലെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ 3 പേർ, 16ഉം 17ഉം വയസ്സുള്ള കൊല്ലം പരവൂർ സ്വദേശികളായ 3 കുട്ടികൾ, ഇവർ തിരികെ കൊല്ലത്തേക്ക് പോയിരുന്നു. പോയതിനു ശേഷം പിന്നീട് ഇവർ പിറ്റേ ദിവസവും മറ്റൊരു സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിന് പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലടക്കം ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പോകുന്ന വഴിയിൽ ഇവർ ആഘോഷമായി ഭക്ഷണം മേടിച്ച് കഴിക്കുന്നു. CCTV ദൃശ്യങ്ങൾ, യാതൊരു പരിഭ്രമമോ പ്രശ്നങ്ങളോ ഈ കുട്ടികൾക്കില്ല. അതിനുശേഷം ഇവർ മടങ്ങിപ്പോയി പിറ്റേ ദിവസം പാരിപ്പള്ളിയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്കും ഒരു ഭയവുമില്ലാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൊലപാതകം നടത്തിയ 3 കുട്ടികൾ ചെന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇവരെ പോലീസ് പരിഗണിച്ചു വരുന്നത്. ഇവരുടെ ഒരു മാനസിക നിലയെ അടക്കം പരിഗണിച്ചു വരുന്നത്. ഇവരെ പിടിക്കപ്പെട്ട ഘട്ടത്തിൽ ഇവരെ 3 പേരെയും 3 ഇടത്തു നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. സെപ്പറേറ്റ് ആണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഇവർ ഒരേപോലെയുള്ള മൊഴികളായിരുന്നു 3 പേരും നൽകിയിരുന്നത്. അതായത് ഈ പെൺകുട്ടിക്ക് വയറിൽ ഒരു മുഴയുണ്ട്, അതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയുണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്ക് പണം നൽകാനാണ് തങ്ങൾ കരുവാറ്റയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവർ നൽകിയ മൊഴി. കരുവാറ്റയിലേക്ക് എത്തിയ, അതായത് ഈ പെൺകുട്ടി ഇവർക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. ആ ലൊക്കേഷൻ അടക്കം വാട്സപ്പ് ചാറ്റിലൂടെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ അയച്ച് നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പെൺകുട്ടിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് അവർക്ക് എത്തി പണം നൽകി പോകുന്നതിന് വേണ്ടിയുള്ള ലൊക്കേഷനാണ് താൻ അയച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പിടിച്ച ഓരോ ഘട്ടത്തിലും തുടക്കത്തിൽ എങ്ങനെ പിടിക്കപ്പെട്ടാൽ എങ്ങനെ പറയണമെന്നതടക്കം കൃത്യമായ ഒരു പ്രിപ്പറേഷൻ ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത്. മാത്രമല്ല, ചോദ്യം ചെയ്യലിലെ ഒരു ഘട്ടത്തിൽ പോലും ഇവർ പരസ്പരം പതറുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു പെൺകുട്ടിയെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ആദ്യം തന്നെ പോലീസിനെ പല രീതിയിൽ വഴിതിരിച്ചു വിടാനായുള്ള ശ്രമം പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അതിലേക്ക് അവൾ ആദ്യം നൽകിയ സൂചന എന്ന് പറയുന്നത്, സ്വന്തം പിതാവിന് ഈ കൊല്ലപ്പെട്ട ശിവൻകുട്ടിയുമായി, മുത്തശ്ശനുമായി വൈരാഗ്യമുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം പോലീസിനെ വഴിതിരിച്ചു വിടാനായി പെൺകുട്ടി പറഞ്ഞത്. ഒരു പക്ഷേ അതായിരിക്കും, അല്ലെങ്കിൽ ഈ പിതാവ് ആയിരിക്കും ഇങ്ങനെ ചെയ്തതെന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള മൊഴികളായിരുന്നു ആദ്യം പെൺകുട്ടി നൽകിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ അടക്കമുള്ള ചാറ്റുകൾ, വീഡിയോ കോളുകൾ ഉൾപ്പെടെയുള്ളവ കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും താൻ അത് ചെയ്തിട്ടില്ല എന്ന നിലപാട്, അതായത് വസ്തുതകൾ മുന്നിൽ നിരത്തുമ്പോഴും താൻ അത് ചെയ്തിട്ടില്ല എന്നുള്ള നിലപാടിൽ ആ പെൺകുട്ടി ഉറച്ചു നിന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ആൺകുട്ടികൾ ഈ വിഷയത്തെ സംബന്ധിച്ച്
അവർ കുറ്റസമ്മതം നടത്തിയെങ്കിലും പെൺകുട്ടി വീണ്ടും മൊഴികൾ മാറ്റിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഈ കേസിന്റെ മുഴുവൻ ആസൂത്രണവും, എന്നാൽ പിടിക്കപ്പെട്ടാൽ ഇത് എങ്ങനെ പറയണം എന്നതടക്കമുള്ള കൃത്യമായ പ്ലാനിങ്ങും മറ്റു ഇവർക്ക് ഉണ്ടായിട്ടുള്ളത് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഇവര് ഈ വീടുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില തർക്കങ്ങൾ നേരത്തെ മുത്തശ്ശനുമായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതായത് കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പും ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അതായത് വീട്ടിൽ നിന്ന് പണം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശിവൻകുട്ടിയും ഈ പെൺകുട്ടിയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്, വഴക്കിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിരന്തരമുള്ള സഞ്ചാരം, സാമ്പത്തിക ഇടപാടുകൾ, ഇതിനൊക്കെ ഈ ശിവൻകുട്ടി ആ വീട്ടിലെത്തിയത് ഇവർക്കൊരു തടസ്സമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരുപക്ഷെ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടി പറഞ്ഞ മുത്തച്ഛൻ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ കാര്യം പോലും പോലീസ് അത്ര കണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം പോലീസിന്റെ ചോദ്യം ചെയ്യൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിഷയങ്ങളെ വളരെ ബോധത്തോടു കൂടി ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുന്ന ആളാണ് ഈ പിടിക്കപ്പെട്ടവർ എല്ലാവരും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് ഈ ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിലും ഒരു കുറ്റബോധം പോലും അവർക്ക് ആർക്കുമില്ല എന്നുള്ളതാണ്. കൊലപ്പെടുത്തി എന്നുള്ളത് നിസ്സാരമായി സമ്മതിക്കുന്ന ബാല്യകാലം, അച്ഛനും അമ്മയും പതിവായി വഴക്കിടുന്ന ഒരു കുടുംബം, പിന്നീട് അച്ഛൻ ഉപേക്ഷിച്ച് പോകുന്നു. പക്ഷേ ഈ കൊലപാതകത്തിന് ശേഷം, ഈ ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം പിതാവിന് ഈ ശിവൻകുട്ടിയോട് വിരോധമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള മൊഴികൾ പോലും ഈ പെൺകുട്ടി നൽകുന്നു, പോലീസിന് നൽകുന്നു. അതായത് അന്വേഷണം വഴിതിരിച്ചുവിടാൻ, തന്നിലേക്ക് എത്താതിരിക്കാൻ, മറ്റൊരാളുടെ തലയിലേക്ക്, സ്വന്തം പിതാവിൻ്റെ തലയിലേക്ക് കേസ് കെട്ടിവെക്കാനുള്ള നീക്കം പോലും ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ നിലയിലുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം, ഇത് കുട്ടികളുടെ മനസ്സല്ല, കൊടും കുറ്റവാളികളുടെ ഒരു മനോഭാവമാണ്. അവരെ സാധാരണ രീതിയിൽ ഈ കേസ് കൈകാര്യം ചെയ്താൽ പോരാ. മാത്രമല്ല ഈ കൗമാരക്കാർക്ക്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഇത്തരം കേസുകളിലൊരു ഇളവുണ്ടാകും. ഒരു കൊലപാതക കേസിൽ പോലും പരമാവധി ഒരു 3 വർഷം ശിക്ഷ. അതിനപ്പുറം അത് കഴിഞ്ഞാൽ, അതായത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു 3 വർഷം കഴിഞ്ഞ് 16ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ പരമാവധി പോയാൽ ഒരു 18ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാവുന്ന സാഹചര്യം പോലും ഉണ്ട്. അതേക്കുറിച്ച് പോലും ഇവർക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നു ഈ പെൺകുട്ടി. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇനി എത്ര കാലം, അതായത് ചെറിയൊരു കാലയളവിൽ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന കാര്യത്തിൽ പോലും ഇവർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. അതായത് അറിവില്ലായ്മയല്ല, കൃത്യമായ അറിവോടുകൂടി നിയമവ്യവസ്ഥകളോടുള്ള എല്ലാ ബോധ്യവും എല്ലാ അറിവും ഇവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ശരണ്യ? ടോമെ, അത് തന്നെയാണ്. അതായത് ഈ കുട്ടികൾ ഇതിനെ വളരെ നിസാരവൽക്കരിച്ച് ഈ പോലീസിന്റെ നടപടിക്രമങ്ങളെ കാണുന്നു. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ ജയിലിൽ നിന്നല്ല, മറിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലുള്ള സംരക്ഷിത ഇടത്തു നിന്നാണ്. ആ സംരക്ഷിത ഇടത്താണ് ഈ കുട്ടികളെ പാർപ്പിക്കുന്നതും അവിടെ നിന്ന് പിന്നീട് ഇവരെ ഈ ശിക്ഷാ സമയം കഴിഞ്ഞിട്ട്, ശിക്ഷയെന്ന് പോലും പറയാൻ കഴിയില്ല, ഈ സംരക്ഷിത ഇടത്തു നിന്ന് ഇവരെ പിന്നീട് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിനകത്ത് ഈ പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതലായും ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിനൊരു മാസ്റ്റർ ബ്രെയിൻ, പോലീസ് പറഞ്ഞാൽ മാസ്റ്റർ ബ്രെയിൻ തന്നെ ഈ പെൺകുട്ടിയാണ്. ഏറ്റവും ക്രൂരമായി കൊലപാതകം നടത്തുന്നത് ഉൾപ്പെടെ കാണണമെന്ന് ആവശ്യപ്പെട്ടതൊക്കെ ഈ പെൺകുട്ടി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പ്രായം തന്നെയാണ്. 13 വയസ്സുള്ള ഈ കുട്ടിയെ പിന്നീട് ഇപ്പോൾ പരമാവധി പോയാൽ 3 വർഷം വരെ സംരക്ഷിത ഇടത്ത് ഈ കുട്ടി പാർക്കേണ്ടതായി വരും. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വിടുക അല്ലാതെ മറ്റു നിവർത്തിയില്ല എന്നുള്ളതാണ്. എന്നാൽ ആൺകുട്ടികളുടെ കേസിനകത്ത് ഇപ്പോൾ പോലീസ് ഇവരുടെ വിചാരണയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അഡൾട്ടായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്കറിയാം, ഡൽഹി പീഡന കേസിൽ ഏറ്റവും അധികം ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചത് 17 വയസ്സുകാരനായ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആ കേസിന്റെ ഒക്കെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇവരെ ചില കേസുകൾ വിചാരണ ചെയ്യുമ്പോൾ കുറ്റകൃത്യത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കിക്കൊണ്ട് അത് ഈ രീതിയിൽ, അതായത് അഡൾട്ട് മുതിർന്നവരെ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആ നിയമത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് അത്തരമൊരു റിപ്പോർട്ട് ഇപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് പരിഗണിച്ചാൽ പോലും, എങ്കിൽ പോലും ഈ പറഞ്ഞ സാധ്യതകൾ വളരെ കുറവാണെന്നുള്ളതാണ്. അവര് എത്രമാത്രം അവർക്ക് ഇതിനെ ഈ കേസിനകത്ത് അവരെ അങ്ങനെ ആ രീതിയിലേക്ക് ഈ കുട്ടികളായ പ്രതികളെ കൊണ്ടുവരാൻ കഴിയും
എന്നുള്ള കാര്യത്തിനകത്തും ഒക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ട് എന്നുള്ളതാണ്. അവർ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളത് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ആ കൂസലില്ലായ്മ അതിനകത്ത് കാണിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ അടക്കം മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കുറ്റകൃത്യം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കൊലപാതകമായിരുന്നു കരുവാറ്റയിലേത്. അപ്പോൾ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എത്രമാത്രം മാറേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിൽ മാറ്റം ഇനിയും ആലോചനകൾ നടത്തി പഴക്കം ചെന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ള ചിന്തകളിലേക്കൊക്കെ നയിക്കുന്ന ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അപൂർവ കേസുകളായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരുപക്ഷെ മുഴുവൻ പേരും കൗമാരക്കാരായ ഒരു കൊലപാതക കുറ്റകൃത്യം ഒരുപക്ഷെ വളരെ റെയർ ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു കേസാണ് ഇത്. അത് മാത്രമല്ല, ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലഹരി ഉപയോഗം എങ്ങനെ നടന്നു, ഇത് എങ്ങനെ ഇവർക്ക് കിട്ടി, ആ ഒരു ഭാഗമൊക്കെ ഇനിയും പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. 30-ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതോടൊപ്പം ഇവരുടെ ഈ ചെറിയ പ്രായത്തിൽ സാധാരണ നമുക്കറിയാം, ചെറിയ കുട്ടികൾക്ക് പോലീസ് എന്ന് കേട്ടാൽ പോലും പേടിയാണ്. പക്ഷേ ഇത്തരമൊരു കൊലപാതകം ഉണ്ടായ ശേഷം കൊല്ലം പാരിപ്പള്ളിയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇവരെത്തിയിരുന്നു. ഈ പ്രതികൾ 3 കൗമാരക്കാരും എത്തിയിരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. അത് ഏത് സാഹചര്യത്തിലാണ്? മാത്രമല്ല, ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടും യാതൊരു കുറ്റബോധവും ഇല്ലാതെ, യാതൊരു ഭയവും കൂടാതെ പോലീസിന് മുൻപാകെ എത്തണമെങ്കിൽ ഇവരുടെ ഒരു മനോഭാവം, ഇവരുടെ ഒരു മാനസിക നില, ഇതൊക്കെ നമ്മളേറെ ചിന്തിക്കേണ്ടതല്ലേ? കാരണം ഇത്രയധികം ഈ ചെറിയ കുട്ടികൾക്കിടയിൽ ഒരു കുറ്റകൃത്യം ചെയ്താൽ പോലും അവർക്ക് യാതൊരു രീതിയിലുള്ളൊരു ഒരു പശ്ചാത്താപം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇവർക്ക് ശിക്ഷ നൽകുന്നതിനപ്പുറം, അല്ലെങ്കിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനപ്പുറം തന്നെ ഒരു കൃത്യമായ കൗൺസിലിങ് അത് ആ പെൺകുട്ടിക്കും മറ്റു പ്രതികൾക്കും അടക്കം നൽകേണ്ടതുണ്ട്. ആ രീതിയിലുള്ളൊരു നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതോ മറ്റ് നടപടികൾക്ക് ശേഷം, നിയമ നടപടികൾക്ക് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ? ശരണ്യ. ടോമ, ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല മെഡിക്കൽ ചെക്കപ്പ്, അതായത് മുത്തശ്ശൻ മോശമായി പെരുമാറി എന്നുള്ളതാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള പരിശോധനകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു മാനസികാവസ്ഥ, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് കൊലപാതക ശേഷം ഒരു പ്രശ്നവുമില്ലാതെ പോയി ആഘോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു 19 വയസ്സുകാരനോടൊപ്പം പോയ ഒരു പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവരെ അല്ല, ഇവരുടെ സുഹൃത്തിനെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ സുഹൃത്തുക്കൾക്ക് ഇവർ ചെല്ലേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും സുഹൃത്തിന് കൂട്ടായി ഇവർ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു ധൈര്യം, അതായത് ഒരു കൊലപാതകം നടത്തിയാലും പിടിക്കപ്പെടത്തില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഇവരുടെ ഒരു ധൈര്യം, ഇവരുടെ ഒരു മനോനില, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണെങ്കിൽ സ്വാഭാവികമായും അവർ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും, അവർക്ക് ഭയമുണ്ടാകും. മുതിർന്നവരാണെങ്കിൽ പോലും എന്തെങ്കിലും തരത്തിലുള്ള ഭയമുണ്ടാകും. പക്ഷേ ഈ കുട്ടികൾ അത് ഒരു ഘട്ടത്തിലും എവിടെയും അത് പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു തലമുറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല, ഇവർക്ക് കൊല്ലത്ത് ഈ പരവൂർ കേന്ദ്രീകരിച്ച് അവർക്കൊരു സംഘമുണ്ട് എന്ന് തന്നെ പറയുന്നു. ഇവരെ സംബന്ധിച്ചും ഇവരുടെ കൂട്ടായ്മകളെ, കൂടിച്ചേരലിനെ സംബന്ധിച്ചും ഒക്കെ പരാതികൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്നതാണ്, അത്ഭുതകരമാണ്, ഒപ്പം തന്നെ നമ്മളേറെ ചിന്തിപ്പിക്കുന്നതാണ് ഇവരുടെ കേസ്. ടോം. ഏറെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് കരുവാറ്റയിലെ കൊലപാതകം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം തിരൂരിൽ യുവതിക്ക് നേരെ സഹോദരി ഭർത്താവിൻ്റെ ക്രൂരമായ ആക്രമണം. ഈ യുവാവിൻ്റെ മറ്റു രീതിയിലുള്ള വഴിവിട്ട ബന്ധങ്ങളെ ചോദ്യം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിൽ യുവതിയെ ആക്രമിച്ചുവെന്നാണ് പോലീസ് നൽകിയ പരാതി. കേസുമായി ബന്ധപ്പെട്ട് പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഫൈസൽ വീട്ടിലെത്തി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ക്രൂരമായി മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
വിവരങ്ങളുമായി ജിഷാദ് ചേരുന്നുണ്ട് തിരൂരിൽ നിന്ന്. ജിഷാദ്, അതിക്രൂരമായ മർദ്ദനം, അതൊരു യുവതിക്ക് നേരെ, മറ്റു കുട്ടികളടക്കം അവിടെ നിലവിളിക്കുന്നുണ്ട്. ഇത് എവിടെ വെച്ചായിരുന്നു സംഭവം? എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ നടപടി എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ പെൺസുഹൃത്തുക്കളുമായി അവിഹിത ബന്ധങ്ങൾ ചോദ്യം ചെയ്തതിനായിരുന്നു ഈ മർദ്ദനം. സഹോദരി ഭർത്താവാണ് കിടപ്പുമുറിയിൽ അതിക്രമിച്ച് കയറി ഈ ക്രൂര മർദ്ദനം അഴിച്ചുവിട്ടത്. ഈ തിരൂർ പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെ ഇവര് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും അതായത് വയറുകൾ ഉൾപ്പെടെ പിടിച്ച് യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സഹോദരിയുടെ ഭർത്താവാണ് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നത്. അവിധമായിട്ടുള്ള ബന്ധങ്ങൾ ഈ സഹോദരിയുടെ അതായത് കൂടപ്പിറപ്പിനോട് ആള് പറയുകയായിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് ഈ സഹോദരിയുടെ ഭർത്താവ് ഇത്തരത്തിൽ ക്രൂരമായി, അതായത് തുവക്കാട് സ്വദേശിനി അനീഷയ്ക്കെതിരെ ഈ ക്രൂര മർദ്ദനം അഴിച്ചുവിട്ടത്. ഫൈസലിന്റെ അവിഹിത ബന്ധങ്ങളും അതുപോലെ തന്നെ മുമ്പും കാര്യങ്ങളും അതായത് ഈ അനീഷ ഈ സഹോദരിയോടത്ത് പറയുകയുണ്ടായി. ആ സഹോദരി അത് കാരണം തന്നെ ഈ വിട്ട് ഇറങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അത് കാരണം തന്നെ ഈ ഫൈസൽ ഇവരുടെ വീട്ടിലെത്തി ഈ അതായത് ഈ സഹോദരിയുടെ ആളെ നല്ല അതായത് അടിച്ച് മുറിവേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. മാത്രമല്ല ഭാരമേറിയ സാധനങ്ങൾ, അതായത് ബോക്സ്, അതുപോലെ തന്നെ ഈ പവർ പ്ലഗ് ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഈ സ്ത്രീയുടെ മുഖത്തേക്ക് അടിച്ചതും ഈ സ്ത്രീയുടെ മുഖത്തിന് പരിക്കേൽക്കുന്നതും. ഈ സമയം തന്നെ കുട്ടികളടക്കം നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഈ യുവാവിനെ കുറെ പാടുപെട്ടാണ് നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാം പിടിച്ചു മാറ്റിയത്. എന്നാൽ യുവതിയുടെ പരിക്ക് ഗുരുതരമായതിനാൽ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഇത് പിന്നീട് പരാതിയിലേക്ക് പോവുകയായിരുന്നു. കൂടാതെ ആക്രമിച്ച സമയം തന്നെ അതായത് ഈ സ്ത്രീയെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിച്ചു കീറുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയുണ്ടായി. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടോം, യെസ്, എന്തായാലും ഈ പരാതിയും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനു മുൻപ് ഈ യുവതിക്ക് നേരെ ഇയാളുടെ ഭാഗത്തുനിന്ന്, ഈ ഫൈസലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയണം. മാത്രമല്ല, ഇത് ഭാര്യയുടെ സഹോദരിക്ക് നേരെയാണ്. സഹോദരിയാണ് ഇതിൽ ക്രൂരമായി മർദ്ദിച്ചത്. ഭാര്യയും ഇയാൾ ഇതേ രീതിയിൽ മർദ്ദിക്കുമായിരുന്നോ? മുൻപ് ഇയാൾക്കെതിരെങ്കിലും പരാതി ഉള്ളതാണോ ജിഷാദ്? ഫൈസൽ ഇതിനു മുമ്പും ഈ സഹോദരിയും അതായത് ഇവരുടെ ഭാര്യയും തമ്മിൽ മറ്റേ വാക്കേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും അവിഹിത ബന്ധങ്ങൾ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഈ അനീഷ ഇവര് അതായത് സഹോദരിയെടുത്ത് ഇയാളുടെ വഴിവിട്ട ബന്ധങ്ങളൊക്കെ കാട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അത് കാരണം തന്നെ ഇവര് കുറെ കാലങ്ങളായി അതായത് ശത്രുതയിൽ തന്നെ ആയിരുന്നു. അതിനിടയിലാണ് ഈ അക്രമം. അതായത് ഈ അനീഷന്റെ സഹോദരി വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു ഈ അവിഹിത ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി. അങ്ങനെ അത്തരത്തിലേക്ക് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷയുടെ സഹോദരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ അനീഷയുടെ അടുത്തായിരുന്നു ഈ സഹോദരി ഉണ്ടായിരുന്നത്. ആ വീട്ടിലേക്കാണ് ഫൈസൽ കയറി ചെല്ലുന്നത്. ആ കയറി ചെല്ലുന്ന സമയം തന്നെ ഈ യുവതിയെ, അതായത് അനീഷയെ അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതിക്രൂരമായ മർദ്ദനമാണ്. അതായത് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാം. അതിക്രൂരമായ മർദ്ദനമാണ് ഈ തിരൂരിലെ നടന്നിട്ടുള്ളത്. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് കാരണം തന്നെ അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഫൈസൽ ഇതിനു മുമ്പ് നിരവധി കേസുകൾ ഉണ്ടായതായിട്ട് നമ്മൾ പോലീസിന് ചോദിച്ചപ്പോൾ തന്നെ ഫൈസലിന് ഇത്തരത്തിൽ കേസുകളില്ല, പക്ഷേ ഇത്തരത്തിൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ടോം, യെസ്,
മലപ്പുറം തിരൂരിലാണ് യുവതിക്ക് നേരെ സഹോദരി ഭർത്താവിൻ്റെ ക്രൂരമായ ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫൈസൽ എന്ന യുവാവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇയാൾ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു എന്ന് പരാതിയുണ്ട്. അതായത് ഈ ഫൈസലിൻ്റെ ഒരു വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ച് ഈ യുവതി ചോദ്യം ചെയ്തു. അതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ ആക്രമണം എന്നാണ് പരാതി. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. പത്തനംതിട്ട കടമ്പനിട്ടയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. കടമ്പനിട്ട സ്വദേശി ജിനുവിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ജിനുവിനെ വടിവാൾ കൊണ്ട് വെട്ടി താഴെയിടുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ജിനു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 5 അംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്താണ് ഈ ആക്രമണത്തിന് കാരണം? എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഇന്നലെ രാത്രിയിലാണ് കടമ്പനിട്ട അന്ത്യാളംകാവിൽ ഇത്തരത്തിൽ 5 അംഗ സംഘം സ്കൂട്ടറിനെ പിന്തുടർന്ന് ജിനുവിനെ വെട്ടി തറയിട്ടത്. എന്തായാലും ക്രൂരമായ ആക്രമണം ഉണ്ടായത്. കാലിലും അതുപോലെ തന്നെ കൈയും വെട്ടി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ജിനു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ജിനുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും എന്ത് കാരണമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. നിലവിൽ കൊട്ടേഷൻ ആണെന്നാണ് പോലീസിന്റെ ഒരു സംശയമുള്ളത്. നിലവിൽ ഇന്നലെ രാത്രിയിൽ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയാണ് ഈ സ്കൂട്ടറിനെ പിന്തുടർന്ന് ജിനു പോകുന്ന വഴി ലക്ഷ്യമാക്കിയാണ് കാറ് പിന്തുടർന്നെത്തിയത്. തുടർന്ന് അന്ത്യാളംകാവിൽ വെച്ചാണ് ഇത്തരത്തിൽ വെട്ടി തറയിലിട്ടതിന് ശേഷം കാലിലാണ് ആദ്യം വെട്ടുന്നത്. അതിനുശേഷം കൈക്കും 2 കാലിനും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷമാണ് ഈ സംഘം പോകുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ജിനു ഒരു കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്, പാർട്ടി പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യങ്ങളോ ഈ കൊട്ടേഷൻ ആക്രമണത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് വിശദമായ പരിശോധന. അതായത് കൊട്ടേഷൻ ആക്രമണമെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? അക്രമികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിലാണ് പോലീസിന്റെ ഒരു സംശയം. 4 അംഗ സംഘം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി വാഹനത്തെ പത്തനംതിട്ടയിൽ നിന്ന് ജിനു സഞ്ചരിച്ച സ്കൂട്ടറിനെ പിന്തുടർന്നെത്തി കൃത്യമായി ആക്രമിക്കണമെങ്കിൽ അതൊരു കൊട്ടേഷൻ സംഘമായിരിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം. അത്തരത്തിലുള്ള ഒരു വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുക. അതിനുശേഷമായിരിക്കും എന്ത് കാരണത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്, എന്തിനാണ് ജിനുവിനെ വെട്ടി പരിക്കേൽപ്പിക്കാനുള്ള കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമായുള്ളൂ. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അവിടെ എത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തും. ആ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പിന്നീട് ഈ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺട്രാക്ട് വർക്കുകളുണ്ട്, അതുപോലെ തന്നെ ചില പാർട്ടി പ്രവർത്തനങ്ങളും ഉള്ള ആളാണ്. അതിലുപരി ഈ വക്കീൽ ഓഫീസിൽ ചെറിയ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ ജിനു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇനി ഏത് തരത്തിലാണ് ഈ ജിനുവിനെ ആക്രമിക്കാൻ കാരണം എന്താണെന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതിൽ ജിനുവിന്റെ മൊഴി നിർണായകമാണ്. ജിനു നൽകുന്ന മൊഴിയായിരിക്കും, അതനുസരിച്ചായിരിക്കും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. ഇയാൾക്ക് നേരെ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ, ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സമീപത്ത് CCTV ദൃശ്യങ്ങളോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് കാണുമ്പോൾ ഈ പ്രതികളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. ഈ പ്രതികളുമായി നേരത്തെ ജിനുവിന് പരിചയമുണ്ടോ, പരിചയക്കാരാണോ അത് ഇത്തരത്തിൽ വന്ന് ചെയ്തതെന്നുള്ള ആക്രമിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ജിനുവിന്റെ മൊഴിയും ഈ പ്രതികള് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ, അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതിന് ജിനുവിന്റെ മൊഴി നിർണായകമാണ്. അതിനു വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജിനുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് പോയിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ പാർട്ടിയിലെ പ്രവർത്തനം ഉള്ള ആളാണ്. ഒപ്പം ഈ പറഞ്ഞ കോൺട്രാക്ട് വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണ് ഇന്നലെ രാത്രിയിലും പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ജിനുവിന്റെ സ്കൂട്ടർ പിന്തുടർന്നാണ് വാഹനം പോകുന്ന കണ്ടുകൊണ്ട് തന്നെയാണ് ഈ 5 അംഗ സംഘം വന്നതിന് ശേഷമാണ് വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടി തറയിടുകയായിരുന്നു. കാലിലാണ് വെട്ടുകൊണ്ടത്. ആ വെട്ടിൽ തറയിലിട്ടതിന് ശേഷമാണ് പിന്നീട് കൈക്കും കാലിനും ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുക കൊലപ്പെടുത്താനുള്ള ശ്രമം തന്നെ നടത്തിയത്. എന്തായാലും ആ മൊഴി അനുസരിച്ചുള്ള പോലീസ് വിശദമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇത് ഏതെങ്കിലും തരത്തിലുള്ള കൊട്ടേഷൻ ആണോ അല്ല മറ്റെന്തെങ്കിലും വൈരാഗ്യമാണോ, ഇനി ജിനുവും ഈ സംഘവുമായി എന്തെങ്കിലും തരത്തിൽ നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പോലീസിന് അറിയാൻ കഴിയുള്ളൂ. ടോം. പത്തനംതിട്ട കടമ്പനിട്ടയിലാണ്
യുവാവിനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനെ വടിവാൾ കൊണ്ട് വെട്ടിവീഴ്ത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭിന്നശേഷിക്കാരനായ 21-കാരന് നേരെ ആക്രമണം ഉണ്ടായ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. നെയ്യാറ്റിൻകര സ്വദേശികളായ റംസി, ജിത്തു, അരുൺ ജിത്ത് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ ഗ്രൗണ്ടിലെത്തിയ വിദ്യാർത്ഥിയെ 21-കാരനെ 3-അംഗ സംഘം തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇയാളുടെ ഈ 21-കാരൻ്റെ താടിയും മുടിയും അടക്കം പാതി വടിച്ചു കളയുന്ന സാഹചര്യങ്ങളുമുണ്ടായി. അതിക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത്. സംഭവത്തിന് ശേഷം പോലീസ് പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് 3-അംഗ സംഘത്തെ പിടികൂടാൻ കഴിഞ്ഞത്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഉടൻ തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു. എന്താണ് ഈ ആക്രമണത്തിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഒരു അതിക്രമം ഉണ്ടാകുന്നു, ഈ അതിക്രമം തടയാൻ ശ്രമിച്ചപ്പോൾ ആക്രമിച്ചു, മർദ്ദിച്ചു എന്നാണല്ലോ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി. ഇത് തന്നെയാണോ ഈ സംഭവത്തിന് പിന്നിൽ? അങ്ങനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നതും അന്വേഷണ പുരോഗതി നടത്തുന്നതും. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ പറയുന്ന സംഭവങ്ങൾക്കൊക്കെ ആധാരം. നെയ്യാറ്റിൻകര സ്വദേശിയായ 21-കാരനെ ഭിന്നശേഷി ആണ്. ഇയാളെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച ശേഷം അവണാകുഴിയിൽ ഒരു വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഒപ്പം ഈ 21-കാരന്റെ തലമുടിയും ഒപ്പം മീശ ഉൾപ്പെടെ വടിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുലർച്ചെയാണ് ഈ പറയുന്ന 21-കാരനെ മോചിതനാക്കുന്നത്. അതുവരെ വൈകിട്ട് ഈ പറയുന്ന ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോകുന്നത്. പുലർച്ചെ വരെ മൃഗീയമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ 21-കാരൻ നെയ്യാറ്റിൻകര പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. എന്തായാലും ഉണർന്ന് പ്രവർത്തിച്ച പോലീസ് തുടർന്ന് ഈ പറയുന്ന 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അവണാകുഴി സ്വദേശികളായ റംസി, ജിത്തു, അരുൺ ജിത്ത് തുടങ്ങിയവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരിപ്പോൾ നെയ്യാറ്റിൻകര സ്റ്റേഷനിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. എന്താണ് ഇതിന് കാരണം, അല്ലെങ്കിൽ മറ്റ് ഉദ്ദേശങ്ങളൊക്കെ ചെയ്യുന്നു. ഇവർക്ക് ലഹരി മരുന്നുമായി ബന്ധമുണ്ടോ എന്നുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. യെസ്, എന്തായാലും ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഈ ആക്രമണത്തിനിരയായ യുവാവിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ്? ആക്രമണത്തിനിരയായ യുവാവിന് ക്രൂരമായ മർദ്ദനം, മുതുവിലും ശരീരമാസകലം ക്രൂരമായി മർദ്ദിച്ച പാടുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അയാൾ ഇപ്പോഴും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പ്രതികൾ ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചാൽ എന്താണ് ഇതിനുള്ള കാരണമെന്നൊക്കെ വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പ്രതികളിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ ആ കാര്യം പങ്കുവയ്ക്കാൻ അറിയൂ. എന്തായാലും ഇപ്പോൾ പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. തീർച്ചയായും മറ്റു വിരോധം, അതായത് ഒരു അതിക്രമത്തിൻ്റെ ശ്രമമാണ് ഉണ്ടായതെന്നാണ് ആദ്യം യുവാവ് നൽകിയ 21-കാരൻ ആക്രമണത്തിനിരയായ 21-കാരൻ നൽകിയ മൊഴി. അതിനപ്പുറം മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഇയാൾക്കെതിരെ പ്രതികൾക്കുണ്ടായിരുന്നോ? പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരിക്കാത്ത മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, ഈ പറയുന്ന യുവാവിനെ സ്ഥിരമായി ഈ സംഘത്തിൽ ചിലർ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കാറുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരിക്കാത്തൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്കായിരിക്കാം ഈ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ചോദ്യം ചെയ്താൽ മാത്രമേ വിശദമായൊരു മറുപടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരാക്കി. ഇതിലൊക്കെ വിസമ്മതിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും മൃഗീയമായി മർദ്ദിക്കുകയും ഈ പറയുന്ന മുടി ഉൾപ്പെടെ വടിച്ചു കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഭിന്നശേഷിക്കാരനായ 21-കാരനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച കേസിൽ 3 പ്രതികൾ പിടിയിലായിരിക്കുന്നത്. ഈ യുവാവിന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായി, അത് ചെറുത്തപ്പോൾ ആക്രമിച്ചു
എന്നാണ് മൊഴിയിലുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. ഇതോടൊപ്പം പാലക്കാട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. പാലക്കാട് കല്ലേക്കാട് വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പോലീസിന് കേസെടുത്തിരിക്കുന്നു. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാട. സ്പോട്ട് ലൈവ് തുടരുന്നു. പാലക്കാട് കല്ലേക്കാട് കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ലൈംഗിക അതിക്രമം. കല്ലേക്കാട് സ്വദേശിയായ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ലക്ഷ്മണനെതിരെയാണ് പരാതി. ഈ വിദ്യാർത്ഥിനി കോളേജിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്തി പെൺകുട്ടിയോട് മോശമായി സംസാരിക്കുകയും പിന്നീട് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. ഉടൻ തന്നെ പെൺകുട്ടി വീട്ടിലെത്തി പരാതിപ്പെട്ടു. പിന്നീട് പോലീസിൽ പരാതി നൽകി. പോലീസ് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംഭവം യഥാർത്ഥമാണെന്നും അത് സത്യമാണെന്നും കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ലക്ഷ്മണനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി M. വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇതെന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഇത് ഏത് രീതിയിൽ ലൈംഗിക അതിക്രമം ഉണ്ടായെന്നാണ് പരാതിയിൽ പറയുന്നത്? ഈ മാസം ആദ്യം തുടക്കത്തിൽ 6-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പാലക്കാട് കല്ലേക്കാട്. അതായത് കല്ലേക്കാട് ഈ 6-ാം തീയതി വൈകുന്നേരം ഈ കോളേജ് വിദ്യാർത്ഥിനി കോളേജിൽ വിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയം ഈ റോഡരികിൽ കാത്തുവന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ലക്ഷ്മണൻ എന്നാണ് പേര്. കല്ലേക്കാട് സ്വദേശിയാണ്. ലക്ഷ്മണൻ വഴിയിൽ കാത്തു നിൽക്കുകയും പെൺകുട്ടി നടന്നു നീങ്ങിയപ്പോൾ പുറകെ ചെല്ലുകയും പെൺകുട്ടിയുടെ വളരെ മോശമായ രീതിയിൽ അസഭ്യവർഷം പറയുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയോട്. തുടർന്ന് ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി പറയുന്നു. തുടർന്ന് പെൺകുട്ടി വീട്ടിലെത്തി വീട്ടുകാരുടെ വിവരം പറഞ്ഞു. തുടർന്നാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. പാലക്കാട് നോർത്ത് പോലീസിനെ അറിയിച്ചു. നോർത്ത് പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തു. വിദ്യാർത്ഥിന്റെ മൊഴിയെടുത്ത ശേഷം FIR രജിസ്റ്റർ ചെയ്തു. തുടർന്നുള്ള അന്വേഷണമാണ് സ്ഥലത്തെത്തി ഈ വഴിയിൽ ഈ സംഭവം നടന്നെന്ന് പറഞ്ഞ പ്രദേശത്തെ CCTVകളെല്ലാം പോലീസ് പരിശോധിച്ചത്. പോലീസിന്റെ പരിശോധനയിൽ ഈ ലക്ഷ്മണൻ എന്ന ഈ പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നതും പെൺകുട്ടിയുമായി സംസാരിക്കുന്നതും സാധാരണഗതിയിലുള്ള സംസാരമല്ല, ഒരു ആക്രമ രീതിയിലുള്ള സംസാരം പോലുള്ള മോശമായ രീതിയിലുള്ള സംസാരം പോലുള്ള പെൺകുട്ടിയുടെ പെരുമാറ്റവും ഇയാളുടെ പെരുമാറ്റവും ഒക്കെ തന്നെ പോലീസിനെ നിരീക്ഷിച്ച് പെൺകുട്ടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് കേസ് എടുക്കുകയുമായിരുന്നു. നിലവിൽ നോർത്ത് പോലീസ് തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ, ലക്ഷ്മണനെതിരെ. അങ്ങനെ ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഇത്തരം കേസുകളും മറ്റും ഉണ്ടായിട്ടുണ്ടോ? മാത്രമല്ല, ഇങ്ങനൊരു പൊതുമധ്യത്തിൽ വെച്ചാണ്, ഒരു നടുറോഡിൽ വെച്ചാണ് ഇങ്ങനൊരു അതിക്രമം ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് ഈ പെൺകുട്ടിക്ക് നേരെ ഇയാളുടെ ശല്യമോ മറ്റോ ഉണ്ടായിരുന്നോ? അത്തരം ഒരു പരാതി ഇയാൾക്കെതിരെ ഉണ്ടോ? നിലവിൽ അങ്ങനെ പരാതി ലഭിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയുടെ അയൽവാസിയാണ് ഈ ലക്ഷണം പറയുന്ന ആള്. കൈരളി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇനി അയൽവാസികൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതോ ഈ പെൺകുട്ടി നേരത്തെ വല്ല വൈരാഗ്യം കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. കൂടുതൽ അന്വേഷണം നടത്തി മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്, പെൺകുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. ഈ അയൽവാസി അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, മുൻപ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ലക്ഷ്മണനെതിരെ മറ്റു പരാതികളൊന്നും നിലവിലില്ല. ഇതുവരെ അങ്ങനെ മോശമായി പെരുമാറിയ അങ്ങനെ കേസുകളൊന്നും നിലവിലില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. M. വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കാസർഗോഡ് MDMA കേസിൽ പോലീസിനെതിരെ പ്രതികൾ. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പോലീസ് തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയായിരുന്നു, കേസിൽ പെടുത്തുകയായിരുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കേസുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കേസിൽ പെടുത്തുകയായിരുന്നുവെന്നാണ് മുഖ്യപ്രതി അബ്ദുൽ സലാം പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടോ, ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികൾ പ്രതികരിച്ചില്ല. ഈ കേസും ജാമ്യം കിട്ടിയ ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുമെന്നും ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുമെന്നും ആണ് പ്രതികൾ തുറന്നു പറയുന്നത്. നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ 3 ദിവസത്തേക്ക് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇതേറെ രാഷ്ട്രീയ കൊള്ളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. മുഖ്യമന്ത്രിക്ക് നേരെ പോലും ആരോപണം ഉയർന്നു. മുഖ്യമന്ത്രിയുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷം വലിയ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെ കാരണം എന്തായിരിക്കും? അങ്ങനെ അത് സ്വാഭാവികമായും ഇത്തരം കേസുകളൊക്കെ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പ്രതികൾ ഉയർത്തുന്ന സ്വാഭാവികമായിട്ടുള്ള വാദഗതികളാണിത്. ഇതിനങ്ങനെ മാത്രം കണ്ടാൽ പോരെ? തീർച്ചയായും ടോമെ, ഈ പ്രതികൾ പ്രധാനമായും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പറഞ്ഞത് തന്നെയാണ്. പയ്യന്നൂരിലെ ഹോം സ്റ്റേയിലേക്ക് തങ്ങളെ വിളിച്ചു വരുത്തി പെടുത്തുകയായിരുന്നു എന്നാണ് ഈ പ്രതികൾ പറഞ്ഞത്. അത് മാത്രമല്ല, ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട്, തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങളെ കാണും, ഈ വിവരങ്ങളെല്ലാം പുറത്തു പറയും എന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും ഈ 3 പ്രതികളെ, മുഹമ്മദ് ഹുസൈൻ ഉൾപ്പെടെ 3 പ്രതികളെയും ഇപ്പോൾ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. പ്രധാനമായും അന്താരാഷ്ട്ര ബന്ധം ഉൾപ്പെടെ പ്രതികൾക്കെതിരെ ആരോപണം ഉയർന്നു. മറ്റ് ചില കേസുകളിലും ആരോപണം ഉയർന്നു. അങ്ങനെ വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും 11 ദിവസം, അതായത് ഇവർ 11 ദിവസമായി ഇപ്പോൾ അറസ്റ്റിലായിട്ട് 11ാം ദിവസമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. എന്തായാലും മുഖ്യമന്ത്രി VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ തലവേദനയായ വലിയ പ്രതിരോധത്തിലായ ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ ഈ കേസിൽ എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ടോമെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കോടതിയിൽ നടന്നത് നാടകീയമായ രംഗങ്ങളായിരുന്നു. അതായത് ഈ കേസിൽ വക്കാലത്ത് സാജൻ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനായിരുന്നു. പക്ഷേ ഇന്ന് ഈ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കാസർഗോഡ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ സാജിദ് കമ്മാടം. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഇന്ന് ഹാജരായത്. അതായത് കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തിയ, പല നാളുകളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ നേരിട്ട് സ്വകാര്യ ചടങ്ങിന് പോലും ഈ പ്രതിയുടെ 1ാം പ്രതിയുടെ വീട്ടിലേക്ക് എത്തിയ ദൃശ്യങ്ങളും അത് മുഖ്യമന്ത്രി സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കേസിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കാസർഗോഡ് മണ്ഡലം അഭിഭാഷകൻ, അതായത് വക്കാലത്ത് മറ്റൊരാൾക്കാണ്, സാജിദ് എന്ന് പറയുന്ന അഭിഭാഷകനാണ്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ ഹാജരായിരിക്കുന്നത് കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ്. വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന, എന്നാൽ അഭിഭാഷകനാണ്. ഒരു പക്ഷേ പ്രൊഫഷനാണ്, ഇത്തരത്തിൽ കൂട്ടിക്കേൾക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വിശദീകരിക്കാം. പക്ഷേ അത് നേരിട്ട് ഒരു മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ വലിയ ആരോപണം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിച്ച ഒരു സംഭവത്തിലാണ്, ഒരു കേസിലാണ്. ആ കേസിലെ പ്രതികൾക്കാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹാജരായിരിക്കുന്നത് ഈ അഭിഭാഷകൻ എന്നാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഈ പ്രതികൾ ഉത്തരം പറഞ്ഞില്ല. അതായത് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധം, അത് ചോദിച്ചപ്പോൾ പ്രതികൾ മൗനമായി പോവുകയാണ് ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ലാത്തതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിൽ തുറന്നു പറഞ്ഞു. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഈ പ്രതികളെ അറിയാം, പ്രതിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, സ്വകാര്യ ചടങ്ങിനായി പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ VD സതീശൻ നേരത്തെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധം ഏത് തരത്തിലെന്ന്, അല്ലെങ്കിൽ ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് ഈ പ്രതികൾ ഉത്തരം പറഞ്ഞില്ല, അല്ലെങ്കിൽ മുഹമ്മദ് ഹുസൈൻ എന്തുകൊണ്ട് ഉത്തരം പറഞ്ഞില്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും ഈ കേസിൽ ഇനി പോലീസിന്റെ തുടർ നീക്കങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം അന്താരാഷ്ട്ര ബന്ധമുള്ള ഈ മയക്കുമരുന്നിന്റെ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള അളവിലുള്ള മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘമാണ്. അതല്ലാതെ ചെറിയ ഏതെങ്കിലും ഒരു സംഘം ഈ പ്രതികൾക്ക് ഈ മയക്കുമരുന്ന് ഇടപാടിൽ എത്രത്തോളം ബന്ധമുണ്ട്? വലിയൊരു ഈ ലഹരി മാഫിയയിലെ കണ്ണികളാണോ ഇവർ?
ടോമെ, കണ്ണികൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മൊത്ത വിതരണക്കാരാണ് ഇവർ. വലിയ തോതിൽ ഇത്തരത്തിൽ മയക്കുമരുന്ന് എത്തിക്കുകയും പിന്നീട് അത് ഈ ഏജന്റുമാർക്ക് നൽകുന്നു. അങ്ങനെയുള്ള ഒരു വരവായിരുന്നു ഇവർ കാസർഗോഡേക്ക് എത്തിയത്. കാലിക്കടവ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയാണ്. അത് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അവിടെ നിന്നാണ് ഈ സംഘങ്ങളെ പിടികൂടുന്നത്. ഇവർ ഇത്തരത്തിൽ ഏജന്റിന് ഇത് കൈമാറാനായിരുന്നു ഈ മയക്കുമരുന്ന് കാസർഗോഡേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായത്. അതായത് ചില്ലറ വിൽപ്പനക്കാരല്ല, മൊത്തമായി വിതരണം ചെയ്യുന്ന സംഘം. ഇവർക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഉൾപ്പെടെ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഉൾപ്പെടെ ഇങ്ങനെ ആഫ്രിക്കയിൽ നിന്ന് ഉൾപ്പെടെ ഇവർക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെന്നാണ് ഉയർന്നു വന്നിരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടത്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി ഇപ്പോൾ നൽകിയിരിക്കുന്നു. പോലീസിന് ഇവർക്ക് പ്രതികളെ വിട്ട് നൽകിയിരിക്കുന്നു. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 11ാം ദിവസമാണ് അറസ്റ്റിലായി. 11ാം ദിവസമാണ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, ആരെല്ലാമാണ് ഇവരെ സഹായിക്കുന്നത്, ഇവർ ആർക്കൊക്കെയാണ് ഈ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നത്, എവിടെ നിന്നാണ് മയക്കുമരുന്ന് ഇവർക്ക് ലഭിക്കുന്നത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിനെല്ലാം അപ്പുറം ഇന്ന് നമ്മൾ ഈ കോടതി വളപ്പിൽ ഈ പ്രതികളോട് ചോദിച്ച കാര്യം, മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം, അതിന് മറുപടി പറഞ്ഞില്ല. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം രാഷ്ട്രീയമായ ബന്ധം അല്ലെങ്കിൽ അവരുമായുള്ള പരിചയം ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലോ ഉന്നത ആളുകൾ ഇവരുമായി ബന്ധപ്പെട്ട് ഈ മയക്കുമരുന്നിന്റെ ശൃംഖലയായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളും അന്വേഷണം നടത്താനുണ്ട്. അങ്ങനെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പക്ഷേ അതിനി എത്രത്തോളം മുന്നോട്ട് പോകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിന്റെ വലിയ തോതിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. വി.ഡി. സതീശന്റെ പ്രതിപക്ഷ നേതാവായിരിക്കെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന അവകാശവാദം ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അതിപ്പോഴും അതേപോലെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളുമായി, കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി ഒക്കെ ബന്ധമുള്ള ഒരാളാണ്. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് കാസർകോട്ടെ MDMA കേസ്. കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്, മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരാണ് കേസിൽ പിടിക്കപ്പെട്ടത്. ഇടമലയാർ ആനവേട്ട കസ്റ്റഡി മർദ്ദന കേസിൽ IFS ദമ്പതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി ഉത്തരവ്. IFS ഉദ്യോഗസ്ഥരായ ടി ഉമ, ഭർത്താവ് ആർ കമലഹാർ, വിജയാനന്ദ് ഉൾപ്പെടെ 8 പേരെയാണ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത്. മർദ്ദനത്തിനിരയായ അജീബ് ബ്രൈറ്റിന്റെ പരാതിയിലാണ് നടപടി. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഡാൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. ഇപ്പോൾ കോടതി ഈ കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. എന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുക? സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് അജീബ് ബ്രൈറ്റ് തന്നെ കോടതിയുടെ സഹായം തേടിയത്. അതായത് IFS ദമ്പതികളായ ടി ഉമയും ഭർത്താവ് ആർ കമലഹാറും വിജയാനന്ദ് ഉൾപ്പെടെയുള്ള 8 വനം വകുപ്പ് ജീവനക്കാർ ഈ കേസ് എഴുതിത്തള്ളണം, അതിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ആരോപിച്ചിരിക്കുന്നതെന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇവരുടെ ഹർജി തള്ളുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ അജീബ് ബ്രൈറ്റ്, ഈ കേസിലെ ഈ കസ്റ്റഡി മർദ്ദനത്തിനിരയായ അജീബ് ബ്രൈറ്റ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയും അത് കോടതി പരിഗണിക്കുകയും അത് പരിഗണിച്ചുകൊണ്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. നിയമപരമായി ആ നീക്കങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. ക്രൈംബ്രാഞ്ചാണ് കേസിന്റെ അന്വേഷണത്തിന് നിലവിൽ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ഇടമലയാറിലെ ആനവേട്ട കേസുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾക്ക് ഇടയാക്കിയ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം നടന്നത്. അതിന് പിന്നാലെയാണ് ഈ IFS ദമ്പതികളായ ഉമയെയും കമലഹാറിനെയും ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യമുണ്ടായത്. അതിൽ പ്രത്യേക അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം അന്വേഷണം തുടരുന്നതിനിടെ CBI അജീബ് ബ്രൈറ്റിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യമൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസ് എഴുതിത്തള്ളണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് IFS ദമ്പതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും കോടതി അത് നിരാകരിക്കുകയും ചെയ്തത്. ഈ നീക്കങ്ങൾക്കൊടുവിലാണ് അജീബ് ബ്രൈറ്റ് തന്നെ CJM കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ഇവരെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നിർണായകമായ തീരുമാനം CJM കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണ് സൂചന.
യെസ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇടമലയാർ കസ്റ്റഡി മർദ്ദന കേസിലാണ് IFS ദമ്പതികളായ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായെന്ന് അന്വേഷിക്കാൻ ED. ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചതിലാണ് അന്വേഷണം. മറ്റൊരാളുടെ പേരിലെ സിം ഉപയോഗിച്ചതിലും അന്വേഷണമുണ്ട്. വീണയുടെ ഹവാല ഇടപാടിലും വ്യാജ സിമ്മിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും. സിം കാർഡ് എടുത്തത് നന്ദുലാലിന്റെ പേരിലെന്നാണ് വിവരം. ഈ കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജറാണ് നന്ദുലാൽ. തനിക്കെന്നാൽ ഈ വീണയുടെയും അതോടൊപ്പം മുഹമ്മദ് റിയാസിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ സിം കാർഡ് എടുത്തു നൽകിയതെന്നാണ് പറയുന്നത്. എന്തിനാണ് സിം കാർഡ് എടുത്തതെന്ന് തനിക്ക് അറിവില്ല എന്നും നന്ദുലാൽ EDക്ക് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, വിദേശത്തേക്ക് പണം അയച്ചത് അത് 85 ലക്ഷം രൂപയോളം അയക്കുന്നു. ഇതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. അതോടൊപ്പം EDയുടെ അടുത്ത നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ്? ടോം, ഈ കേസിൽ ED ഇനിയിപ്പോൾ തുടർ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ED നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ചില രേഖകളുണ്ട്, ഡിജിറ്റൽ വസ്തുക്കളുണ്ടെന്ന് ED തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളുടെ ഒരു പരിശോധനകൾ ഇപ്പോൾ നടക്കുകയാണ്. അതിനുശേഷം ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങും. നോട്ടീസ് നൽകി തന്നെ ഇതിൽ ചോദ്യം ചെയ്യേണ്ടവരെ വിളിച്ചു വരുത്തുകയും ചെയ്യും. ഇതിൽ എപ്പോഴാണ് ഇവരെ വീണയെ ചോദ്യം ചെയ്യുന്നതെന്നാണ് ഉയരുന്ന ഒരു വലിയ ചോദ്യം. പക്ഷേ അതിന് മുൻപായിട്ട് തന്നെ മറ്റുള്ളവരെ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ED പരിശോധന നടത്തിയ ആളുകൾ, ചില വ്യക്തികളുണ്ട്. അത് ഇവിടെ മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ വീണയ്ക്കും അടുത്ത പരിചയമുള്ളവരുടെ വീടുകളിലൊക്കെ എല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടന്നത്. അവരെ വിളിച്ചു വരുത്താനുള്ളൊരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ വീണയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ റിയാസിന് കേസിൽ എന്ത് ബന്ധമാണുള്ളത്? നേരത്തെ നന്ദുലാൽ പറഞ്ഞതുപോലെ റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സിം കാർഡ് എടുത്തു നൽകിയതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഇടപാടിൽ, സാമ്പത്തിക ഇടപാടിലടക്കം റിയാസിന് പങ്കുണ്ടെന്ന് ED സംശയിക്കുന്നുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ പൊതുവിൽ ഇവരുടെ ഈ ആധികാരികമായി ഇവരുടെ രേഖകൾ, അക്കൗണ്ട് രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. കാരണം ഇതിൽ നിന്ന് പിൻവലിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ ആരോപിക്കപ്പെടുന്ന പണം ഒരിക്കലും തന്നെ തൻ്റെ അക്കൗണ്ടിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും തന്നെ വന്നിട്ടില്ല. തന്നെ പലപ്പോഴും തന്നെ ബോധപൂർവ്വം ഇതിലേക്ക് വലിച്ചിടാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് റിയാസ് പറയുമ്പോൾ കൂടിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ രേഖകളടക്കം കണ്ടെടുത്തു എന്ന് പറയുന്ന ഇടത്താണ് പ്രധാനമായും തന്നെ മുഹമ്മദ് റിയാസിനെ കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതകൾ കൂടുതൽ നിൽക്കുന്നത്. അത് പ്രധാനമായും തന്നെ ഇപ്പോൾ സിം കാർഡ് എടുത്തു നൽകി എന്നതെല്ലാം തന്നെ ആരോപിക്കപ്പെടുന്ന നന്ദുലാലിൻ്റെ മൊഴിയുണ്ട്. നന്ദുലാൽ പറയുന്നത് ഇത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തനിക്കറിയില്ല. മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ വീണയും നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ താൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്തിനു ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും തനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടി വരുമെന്ന് തന്നെയാണ്. അതുമാത്രവുമല്ല, ഇതിൻ്റെ ഒരു പൂർണ്ണമായ വിവരങ്ങൾ ഇതുവരെയും ED പുറത്ത് വിട്ടിട്ടുമില്ല. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ റിയാസിൻ്റെ കൂടി ചില വിശദീകരണങ്ങൾ വേണ്ടി വന്നേക്കും എന്നതാണ് പറയുന്നത്. ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ തൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് എന്തറിയാം, എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഒരു വിശദീകരണം ഒരുപക്ഷെ EDക്ക് മുൻപാകെ മുഹമ്മദ് റിയാസ് അടക്കം നൽകേണ്ടി വരുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് വളരെ സജീവമായിട്ട് തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊരു വിശദീകരണം തേടാൻ മുഹമ്മദ് റിയാസിനെയും വിളിച്ചു വരുത്താനുള്ള സാധ്യത വളരെ സജീവമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. നേരത്തെയും തന്നെയും റിയാസിൻ്റെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബാങ്ക് ഇടപാട് രേഖകൾ, യാത്രാരേഖകൾ പോലും തന്നെ ED പരിശോധിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ മുഹമ്മദ് റിയാസിനെ അടക്കം വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും വീണയിലേക്കും മറ്റും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുക. എന്തായാലും ഫെമ ചട്ടങ്ങളുടെ ലംഘനം ഇതിൽ വളരെ വ്യക്തമായി ഉണ്ടായി എന്ന നിലപാടിൽ തന്നെയാണ് ED നിലകൊള്ളുന്നത്. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു. അത് അവിടെ സ്വീകരിച്ചവരാരാണ്, അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തിയെന്നതടക്കം
അടക്കമുള്ള കാര്യങ്ങളിലൊരു വിശദീകരണം ആവശ്യമാണ്. ഫെമ നിയമലംഘനങ്ങൾ എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരവും ഗൗരവതരവുമായ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകുന്നു. അതോടൊപ്പം തന്നെയാണ് സിം ഉപയോഗിച്ചത് എന്തിനു വേണ്ടി എന്നൊരു കണ്ടെത്തലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ഈ സിം ഉപയോഗിച്ചത് ഇൻ്റർനെറ്റ് കോളിങ്ങിനും സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടിയുമാണ് എന്നതെല്ലാം തന്നെ പറയുമ്പോൾ അത് ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വീണിൽ നിന്ന് വിശദീകരണമടക്കം തേടേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പണം സമാഹരിച്ച് പ്രത്യേകിച്ച് അവരുടെ വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ടി വീണ വിദേശത്തേക്ക് പണം അയച്ചതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായോ എന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇതോടൊപ്പം മുഹമ്മദ് റിയാസിന് കേസിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് ഇഡി പരിശോധിക്കുന്നുണ്ട്. റിയാസിനെയും അതോടൊപ്പം വീണയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉടൻ ഉണ്ടായേക്കും. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.